ഓം ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക്, മന്ത്രപരിചയം സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം രാജവശ്യം, സർവവ്യാധി ശമനം. ഈ രണ്ട് കാര്യങ്ങൾ, അതായത് നമ്മൾക്ക് സകല ജനങ്ങളും വശ്യമായി വരും, അതോടൊപ്പം തന്നെ നമ്മളുടെ രോഗങ്ങളും ഒഴിയും. അങ്ങനെയുള്ളൊരു മന്ത്രപരിചയമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സാക്ഷാൽ മൂകാംബിക അമ്മയുടെ പരാശക്തിയുടെ ഒരു മന്ത്ര പരിചയമാണ്, ഒരു യന്ത്രപരിചയം കൂടിയാണ്. ഇതിന് നിവേദ്യം എന്താണ് കൊടുക്കേണ്ടതെങ്കിലും തേൻ മാത്രമേ ഇതിന് നിവേദിക്കേണ്ടതുള്ളൂ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ തങ്കത്തിൻ്റെ തകിടിൽ അഷ്ടകോൺ എഴുതണം. അഷ്ടകോൺ എഴുതി അതിൻ്റെ നടുക്ക് ശ്രീം എന്നും ഓരോ കോണിൻ്റെ ഉള്ളിലും ക്ലീം എന്നും എഴുതണം. അഷ്ടകോണിൻ്റെ ഉള്ളിലും ക്ലീം എന്നും എഴുതണം. അഷ്ടകോണുകളിലും ത്രിശൂലം വരയ്ക്കണം. പരാശക്തിയുടെ ത്രിശൂലം വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇത് ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ച, രണ്ടാമത്തെ ദിവസം നാൽപ്പാമരത്തിലിട്ട് വയ്ക്കുക, മൂന്നാം ദിവസം പാലിലിട്ട് വയ്ക്കുക, നാലാം ദിവസം മഞ്ഞളിലും ഇട്ട് വെച്ചിട്ട് വേണം ഇത് ശുദ്ധിയാക്കാൻ. എന്നിട്ട് അതിൽ തൊട്ടുകൊണ്ട് ഈ മന്ത്രം 45 ദിവസം 1000 ഉരു വീതം ചൊല്ലണം. ഞാൻ പറയുന്ന മന്ത്രം 45 ദിവസം 1000 ഉരു വെച്ച് ഈ പരാശക്തി മന്ത്രം ചൊല്ലണം. നിങ്ങൾ സകല വശ്യം വരും. ഇപ്പോൾ കടയിലായിക്കോട്ടെ, വീടിനായിക്കോട്ടെ, തൊഴിലിനായിക്കോട്ടെ, എല്ലാത്തിനും ലോകവശ്യം വരും. അതോടൊപ്പം തന്നെ നമ്മുടെ രോഗങ്ങളും ഒഴിയും. ശ്രീ കാർത്യായനി അമ്മയുടെ പരാശക്തിയുടെ ഒരു മന്ത്ര പരിചയമാണ്, വളരെ വിലപ്പെട്ടതാണ്. അഷ്ടകോൺ വരയ്ക്കുക. അഷ്ടകോണിൻ്റെ 8 കോണിൻ്റെ അകത്തും ക്ലീം എന്നും നടുക്ക് ശ്രീം എന്നും എഴുതുക. അഷ്ടകോണുകളിലെ ആ എൻഡുകളിൽ ത്രിശൂലം വരയ്ക്കുക. ത്രിശൂലം വരച്ചിട്ട് വേണം ഈ വെള്ളത്തിലേക്ക് ഇട്ട് ശുദ്ധിയാക്കാൻ. എന്നിട്ട് അതിൽ തൊട്ടുകൊണ്ട് ഞാൻ പറയുന്ന മന്ത്രങ്ങൾ നമ്മൾ നിത്യം 45 ദിവസം 1000 ഉരു വീതം വെച്ച് ചൊല്ലിയാൽ അത് വേണമെങ്കിൽ നമുക്ക് യന്ത്രമായിട്ട് കൂടിൽ ധരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് ആരാധിക്കാം, അല്ലെങ്കിൽ കടയിൽ വെച്ച് ആരാധിക്കാം. എങ്ങനെ വേണമെങ്കിൽ, എന്തായാലും സ്വർണത്തിൻ്റെ തകിടിലേ ഇത് എഴുതാവൂ. വേറെ ഒരു തകിടിലും എഴുതിയാലും അതിന് ഫലം ഉണ്ടാകുന്നതല്ല. മന്ത്രം ചൊല്ലാം. ഓം സുരത്ഗന്ധാഭോഗ ഹൃദിപാലിതതാടങ്കയുഗളം ചതുശ്ചക്രം മന്യേതവ മുഖമിദം മന്മദരഥം യമാരൂഹ്യ ഗുഹ്യത്യവ നിരഥമർക്കേന്ദുചരണം മഹാവീരോമാര പ്രമദപദയേ സജ്ജിതവദേ. ഇതാണ് പരാശക്തിയുടെ മന്ത്രം. ഈ മന്ത്രം ദിവസവും നമ്മൾ 1000 ഉരു വെച്ച് ചൊല്ലണം. 1000 ഉരു വെച്ച് 45 ദിവസം ചൊല്ലുക. മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കേണ്ടേ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. ഈ മന്ത്രത്തിന് മത്സ്യമാംസാദികൾ ഉപയോഗിക്കാൻ പാടില്ല. ഇത് ശ്രീവിദ്യാ ഉപാസനയിൽ പറയുന്ന ഒരു ക്രിയ ആണെങ്കിൽ കൂടി ശ്രീവിദ്യാ ഉപാസനയിൽ 95% മധ്യമ പൂജയാണ്. എന്നിരുന്നാലും ഈ ക്രിയയ്ക്ക് ഒരു കാരണവശാലും മത്സ്യമാംസാദികൾ കഴിക്കരുത്. സ്ത്രീകൾ പിരീഡായി കഴിഞ്ഞാൽ അത് നമ്മൾ 7 ദിവസം നിർത്തുക. അതോടൊപ്പം തന്നെ ആ 7 ദിവസം നമ്മൾ നിർത്തുമ്പോൾ ആ മത്സ്യമാംസാദികൾ കഴിക്കാമോ എന്ന് ചിലർ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ മത്സ്യമാംസാദികൾ കഴിക്കാനും പാടില്ല.
ഇപ്പോൾ നമ്മൾ പിരീഡായി മുടക്കായില്ലോ, അപ്പോൾ പിന്നെ എന്തിനാ മത്സ്യമാംസാദികൾ കഴിച്ചാൽ എന്താ കുഴപ്പം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് നമുക്ക് പറയാനുള്ളത് മത്സ്യമാംസാദികളൊന്നും കഴിക്കരുത്. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന യന്ത്രം എന്തെങ്കിലും കാരണവശാൽ നമുക്ക് സംശയങ്ങളുണ്ടാവും, എനിക്കറിയാം. എന്നിരുന്നാലും അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ട് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെയാണ് എഴുതേണ്ടത്. ഉണ്ടാവും നടുക്ക് ശ്രീം എന്നും ഓരോ കോണിലും ത്രിശൂലം വരയ്ക്കാം. അഷ്ടകോണുകളിലും ക്ലീം എന്നും കാണിക്കാം. ഇങ്ങനെ യന്ത്രം എഴുതിയിട്ട് വേണം നേൽപ്പറഞ്ഞ പ്രകാരം നമ്മൾ മന്ത്രസാധന ചെയ്യേണ്ടത്. ഇത് പരാശക്തിയുടെ മന്ത്രമാണ്. മന്ത്രോപാസന ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിക്കണം. വളരെ മനഃശുദ്ധിയോടുകൂടി ചെയ്താൽ പിന്നെ ഈ യന്ത്രം നിങ്ങൾക്ക് കാലാകാലത്തോളം ഒരു ബെനിഫിറ്റായി മാറും. പിന്നെ ഇത് എന്ന് പൂജിക്കണമെന്നുണ്ടെങ്കിൽ വർഷത്തിൽ ഒരു തവണ മാത്രം നമ്മൾക്ക് അത് ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ചാൽ മാത്രം മതി. ഇതിന് വേറൊരു ക്രിയകളൊന്നും ചെയ്യേണ്ടതില്ല. സ്ത്രീകൾ പിരീഡായാലും ഇത് ധരിക്കാൻ പറ്റും. പുരുഷന്മാരാണെങ്കിൽ മറ്റുള്ള മത്സ്യമാംസാദികൾ കഴിക്കുന്ന സമയത്തും ഇത് ഉപയോഗിക്കാനുകൊണ്ട് വിരോധമില്ല. മൈഥുന സമയത്തും ഉപയോഗിക്കുന്നതുകൊണ്ട് വിരോധമില്ല. അങ്ങനെ ഒരുപാട് പേര് ഓരോ സംശയങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ എടുത്തു പറയണത്. ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതായി എന്ന് തോന്നുന്നുവെങ്കിൽ അടിയന് എല്ലാ പ്രോത്സാഹനങ്ങളും തന്ന് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോ നമഃ ശിവായ.